കൊച്ചി അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നർ വർക്കല അഞ്ചുതെങ്ങ് തീരങ്ങളിൽ അടിഞ്ഞു. വർക്കല മാന്തർ ക്ഷേത്രത്തിന് സമീപമാണ് കണ്ടെയ്നർ അടിഞ്ഞത്. വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം ഈ ഒരു കണ്ടെയ്നറുകളൊക്കെ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലൊക്കെ അടിഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലൊരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു. അപകടകരമായ വസ്തുക്കളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും എന്നുള്ള തരത്തിലായിരുന്നു ആദ്യം അധികൃതർ പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് കസ്റ്റംസ് പരിശോധന നടത്തി അത്തരത്തിൽ അപകടകരമായതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ചിലയിടത്ത് ചില കണ്ടെയ്നറുകളിൽ കോട്ടൺ ലഭിക്കുന്നു, ചില കണ്ടെയ്നറുകളിൽ ഈ ഗ്രീൻ ടീ അടക്കമുള്ള ചില സാധനങ്ങളൊക്കെയാണ് ലഭിച്ചത്. ചില കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ചെല്ലുന്നത്. ഇപ്പോൾ ഈ ഒരു അഞ്ചുതെങ്ങ് തീരത്തൊക്കെ അടിഞ്ഞ കണ്ടെയ്നറുകളിലൊക്കെ എന്താണെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. കാളിദാസന് ഇപ്പോൾ 2 കണ്ടെയ്നറുകളാണ് അടിഞ്ഞതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വർക്കല തീരത്തും, അതായത് വർക്കല മാന്തറ ക്ഷേത്രത്തിന് സമീപമാണ് ഒരു കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഞ്ചുതെങ്ങ് പ്രദേശത്തും കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളിലായാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്. മറ്റ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിരവധി കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ശക്തമായ തിരയും കാറ്റും ഉള്ളത് കൊണ്ട് തന്നെ പലയിടത്തായി ഇത് ഒഴുകി നടക്കുന്നുണ്ട്. പലയിടത്തും കണ്ടെയ്നറുകൾ എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ തിരുവനന്തപുരത്ത് ജില്ലയിലെ അതിർത്തി ഭാഗത്തെല്ലാം കണ്ടെയ്നറുകൾ അടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇതിൽ വലിയ ഗുരുതരമായ ഒരു ആശങ്ക ഇതിലില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. കണ്ടെയ്നറുകളുടെ അടുത്ത് പോകരുത്, കണ്ടെയ്നറുകളിൽ തുടരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ ഇത് കണ്ടെത്തിയാൽ പോലീസിനെ വിവരം അറിയിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും അതിൽ ഒരു രീതിയിലുള്ള സമീപനവും പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. അതായത് വിഷവസ്തുക്കളടക്കമുള്ളത് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടാകും. അത് വളരെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാകും എന്നുള്ള ഒരു നിഗമനമുണ്ട്. എന്നാൽ ഇപ്പോൾ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ അത് ചാക്കുകെട്ടുകളാണുള്ളത്. ആ ചാക്കുകെട്ടുകളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് അധികൃതരെത്തി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് അക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് 2 കണ്ടെയ്നറുകൾ മാത്രമാണ് അടിഞ്ഞിട്ടുള്ളത്. ഈ അവശിഷ്ടങ്ങൾ പലയിടത്തും കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. ഒഴിഞ്ഞ കണ്ടെയ്നറുകളും പലയിടത്തും തീരത്ത് അടിഞ്ഞതായുള്ള വിവരമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി തന്നെ പലയിടത്തായി കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ചിലത് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളാണ്. അതുമായി ബന്ധപ്പെട്ട് പരുത്തിയും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും ഒക്കെ കരയിലേക്ക് അടിഞ്ഞതായുള്ള വിവരം. കൂടുതൽ അപകടമുണ്ടാക്കുന്ന വസ്തുക്കളൊന്നും ഇതുവരെ അടിഞ്ഞു കണ്ടിട്ടില്ല. പക്ഷേ ഇനിയും അത് ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ്. ഏതായാലും ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ കണ്ടെയ്നറുകളിലും അത് ചരക്ക് നീക്കം കഴിഞ്ഞ ശേഷം കൊണ്ടുപോയ ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ്. അതുകൊണ്ട് ആശങ്കയ്ക്ക് ഒരു ഇളവുണ്ട്. പക്ഷേ എന്താണ് ഇനി അടിയാനുള്ള കണ്ടെയ്നറുകളിൽ ഉള്ളത്? എണ്ണ കലർന്ന കടൽ വെള്ളമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി ഭാഗത്ത്, കൊല്ലത്തോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെ അടിഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. കാളിദാസൻ. വിഷ്ണു, ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ തന്നെ 600-ലധികം കണ്ടെയ്നറുകളാണ് ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ ആലപ്പുഴ കൊച്ചി തീരങ്ങളിലേക്കൊക്കെ ഈ കണ്ടെയ്നറുകളൊക്കെ അടിയുമെന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ അത് കൊല്ലം തീരത്തേക്കൊക്കെ അടിഞ്ഞു. പിന്നീട് ഇന്നലെ NDRF സംഘമടക്കം കൊല്ലത്തേക്ക് തിരിച്ചു. ഇനിയും നിരവധി കണ്ടെയ്നറുകൾ അടിയാനുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ് ഇനി വരും മണിക്കൂറുകളിൽ നൽകുന്ന NDRF സംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് NDRF ഈ കണ്ടെയ്നറുകൾ അടിയുന്നതുമായി സംബന്ധിച്ച് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ? ഇപ്പോഴും നിലവിലും പറഞ്ഞിട്ടുള്ളത്, അതായത് മത്സ്യബന്ധനം ഈ മേഖലയിൽ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളൊരവസ്ഥയുണ്ട്. ജലം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനുള്ള സാധ്യത വളരെ അപകടമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കണം എന്നുള്ള ആവശ്യമുണ്ട്. പിന്നീട് തീരത്ത് അടിയേണ്ട കണ്ടെയ്നറുകൾ എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. പലയിടത്തുനിന്നും ദിശ മാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പല കണ്ടെയ്നറുകളിലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് കണ്ടെയ്നറുകൾ പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. വളരെ കാലാവസ്ഥയും അതിശക്തമായ മഴയും കാറ്റുമായതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇത് കരയ്ക്കടിയുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതിനടുത്ത് പോകരുത്, തുടരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തി വരുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. കാളിദാസൻ. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞേക്കുമെന്നുള്ള സൂചന തന്നെയാണ് അധികൃതർ അടക്കം നൽകുന്നത്. കാരണം 600-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ആ ഒരു കപ്പലിൽ. ഇപ്പോൾ തന്നെ വളരെ ചുരുക്കം കണ്ടെയ്നറുകൾ മാത്രമേ തീരത്തടിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും കൂടിയാണ്. അതിൽ ചിലതിൽ കോട്ടണാണ്, ചിലതിൽ കാലിയായിട്ടുള്ള കണ്ടെയ്നറാണ്. ചില കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളടക്കം തീരത്തടിയുന്നു. ഒപ്പം തന്നെ ചില കണ്ടെയ്നറുകൾ കടലിനടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തായാലും കസ്റ്റംസിൻ്റെയൊക്കെ
പരിശോധന ഈ NDR സംഘത്തിൻ്റെയൊക്കെ പരിശോധനയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. മാത്രമല്ല നേവിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നേവിയുടെ നേതൃത്വത്തിലും ചില പരിശോധനകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.